ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിമാകുന്നത് ഇത്തരം ഒരു ഖുർആൻ പാരായണത്തിന്റെ വേളയിലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തെ എതിരിടാൻ വേണ്ടി മക്കാ മുശ്രിക്കുകൾ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ അത് പലതരത്തിലുള്ള ശ്രമങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി അവർ ആസൂത്രണം ചെയ്ത് അത് നടപ്പിൽ വരുത്തുന്നുണ്ട്. പക്ഷെ എല്ലാം പൊളിഞ്ഞ് അത് താറുമാറാകുകയാണ് പതിവ്. ആ കൂട്ടത്തിൽ അവർ എടുത്ത ഒരു തീരുമാനമാണ്, അതായത് ഉത്തുബത്ത് ബിൻ റബിയ എന്ന് പറയുന്ന ഒരാൾ, റബിയ, അപ്പോൾ അദ്ദേഹം മുശ്രിക്കുകളുടെ സദസ്സിൽ പറയാണ്, ഓ മുശ്രിക്കുകളെ, ഓ ഖുറൈശികളെ, നിങ്ങൾ എടുത്ത എല്ലാ തീരുമാനങ്ങളും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിരിടാൻ വേണ്ടി നിങ്ങൾ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും, അതൊക്കെ അതിൻ്റെ മേലെ നിൽക്കുന്നത് മുഹമ്മദാണ്. അതായത് അതിനൊക്കെ അതിജയിച്ച് നിൽക്കുന്നു. അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം? മുഹമ്മദിനോട് നേരിട്ട് സംസാരിച്ചിട്ട് നമുക്ക് എന്തു ചെയ്യാം? അദ്ദേഹത്തെ നമുക്ക് നമ്മുടെ കൂടെ കൂട്ടാം എന്ന ഒരഭിപ്രായം അദ്ദേഹം പങ്കുവെക്കുകയാണ്. അങ്ങനെ പങ്കുവെക്കുന്ന സമയത്ത് ആ സദസ്സിലുണ്ടായിരുന്ന ആളുകൾ ഒന്നടങ്കം പറഞ്ഞു, എന്നാൽ അത് നിങ്ങൾ തന്നെ ആവട്ടെ, നിങ്ങൾ തന്നെ സംസാരിച്ചിട്ട് എന്തു ചെയ്യുക? അദ്ദേഹത്തെ, അഥവാ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് പാട്ടിലാക്കാം എന്ന് പറഞ്ഞിട്ട് ഈ ഉത്തുബത്ത് ബിൻ റബിയയെ ആ ചുമതല ഏൽപ്പിക്കുകയാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബാലയത്തിൻ്റെ തണലിൽ വിശ്രമിക്കുന്ന സമയത്ത് പ്രവാചകൻ്റെ അടുക്കൽ ചെന്നിട്ട് പറയണം, മുഹമ്മദേ, നീ ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല കുടുംബത്തിൽ പിറന്ന ആളാണ്, തറവാടിയാണ്. പക്ഷെ നീ കാരണം എന്തൊക്കെയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? തമ്മിൽ തെറ്റുന്നു, തമ്മിൽ പണങ്ങുന്നു, കുടുംബബന്ധങ്ങൾ ഛിദ്രമാകുന്നു. അപ്പോൾ ഈ ഉത്തുബത്ത് ബിൻ റബിയ എന്ത് ചെയ്യാണ്? ചില ഓഫറുകൾ പറയാണ്. മുഹമ്മദെ, നിനക്ക് അധികാരമാണ് ആവശ്യമെങ്കിൽ ആ അധികാരം എന്തു ചെയ്യാം? ഞങ്ങൾ തരാം. അതല്ലെങ്കിൽ ഇവിടെയൊക്കെ ഒരു രാജാവായി തുടരാനാണോ നിനക്കിഷ്ടമെങ്കിൽ അതിന് ഞങ്ങൾ ഒരുക്കമാണ്. അതല്ല, ഒരു ഭംഗിയുള്ള സുന്ദരിയായ ഒരു സ്ത്രീയെയാണോ നീ ആഗ്രഹിക്കുന്നത്, അതും ഞങ്ങൾ തരാൻ തയ്യാറാണ്. അപ്പം ഇതൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് സാഗൂതം ശ്രദ്ധിച്ചിരിക്കാൻ. അങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്ന വേളയിൽ അദ്ദേഹം സംസാരം നിർത്തിയപ്പോൾ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കഴിഞ്ഞോ നിങ്ങളുടെ സംസാരം? വാഗ്ദാനങ്ങൾ, ഓഫറുകൾ. അപ്പോൾ ഇദ്ദേഹത്തെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാട്ടിലാക്കുക എന്നുള്ളതാണ് ഖുറൈശികൾ കൊടുത്തുള്ള ടാസ്ക്. അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞു നിർത്തിയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങളുടെ ഇത് കഴിഞ്ഞോ? അപ്പോൾ കഴിഞ്ഞു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു എന്നറിയാമോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിൽ ഒരു ഭാഗം ഓതിക്കൊടുത്തു. ഏതാണ് ആ ഭാഗം? ആ ഭാഗം എന്ന് പറയുന്നത് സൂറ ഫുസ്സിലത്തിലെ തുടക്ക ഭാഗമാണ്. അപ്പം അതിങ്ങനെ പാരായണം ചെയ്ത് കേട്ടപ്പോൾ ഈ ഉത്തുബത്ത് ബിൻ റബിയ അതിലിങ്ങനെ ലയിച്ചുപോയി. അതിൽ തന്നെ എന്ത് ചെയ്തു? ആകൃഷ്ടനായിട്ടിരുന്നു. പ്രത്യേകിച്ച് അറബിയിൽ കൂടിയാണല്ലോ പരിശുദ്ധ ഖുർആൻ. അതെ, അറബി അവരുടെ മാതൃഭാഷ കൂടിയാണ്. അപ്പൊ അതിന്റെ ആ ഒരു ഒന്ന് ഖുർആനിന്റെ ഭാഷയിലുള്ള മാസ്മരികത, രണ്ടതിന്റെ ആശയത്തിലുള്ള ദൃഢത. അതെ, സ്വാഭാവികമായും അത് അന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പം ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിമാകുന്നത് ഇത്തരം ഒരു ഖുർആൻ പാരായണത്തിന്റെ വേളയിലാണല്ലോ. ഉത്തുബത്ത് ബിൻ റബിയ ഖുർആൻ പാരായണത്തിൽ ലയിച്ചിരുന്നു. അങ്ങനെ അത് കേട്ടിട്ട് അദ്ദേഹം മടങ്ങി പോവാണ്.
അപ്പോൾ ഖുറൈശികൾ ശ്രദ്ധിച്ചു, പോയ മുഖഭാവമല്ല തിരിച്ചു തിരിച്ചു വന്നപ്പോൾ. വന്നപ്പോൾ. അപ്പോൾ എന്തു പറ്റി? അപ്പോൾ ഉത്ബത്ത് ബിൻ റബീഅ പറയാണ്, എന്ത്, ഞാൻ ഇതുവരെ കേൾക്കാത്ത വർത്തമാനങ്ങളാണ് മുഹമ്മദ് എന്നോട് പറഞ്ഞത്. അത് സിഹ്റല്ല, അത് മായാജാലമല്ല, പിന്നെയോ അത് പഴംപുരാണമല്ല. അത് ഈ മക്കയെ മാത്രമല്ല, അത് കേൾക്കുന്നവരെ അത് അതിജയിക്കും. ഉം. അപ്പം അവരൊക്കെ എന്ത് ചെയ്തു? ഈ ഉത്ബത്ത് ബിൻ റബീഅയെ എന്ത് ചെയ്തു? കളിയാക്കി. മുഹമ്മദിൻ്റെ സിഹ്ർ ഉത്ബക്ക് ബാധിച്ചു. നിന്നെയും ബാധിച്ചു എന്ന് പറഞ്ഞിട്ട് കളിയാക്കി. അപ്പം ഞാൻ ഈ ഒരു അനുഭവം ഇവിടെ പങ്കുവെക്കുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിൻ്റെ മാസ്മരികതയെക്കുറിച്ചാണ്. ഉം. അത് കാതോർക്കുന്ന മനസ്സുകളെ അതെന്ത് ചെയ്യും? അതിൻ്റെ അഗാധ തലത്തിലേക്ക് അത് കൂട്ടിക്കൊണ്ടുപോകും. അത് പാരായണം ചെയ്യുകയോ അതിൻ്റെ അർത്ഥതലങ്ങൾ പരിശോധിക്കുകയോ ചെയ്യുന്ന ഒട്ടേറെ ആളുകളെ ഹിദായത്തിൻ്റെ വഴിയിലേക്ക് അതെന്ത് ചെയ്തിട്ടുണ്ട്? കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഹശറിലെ ആയത്തുണ്ടല്ലോ. അതെ, ഈ ഒരു വിശുദ്ധ ഖുർആൻ പർവ്വതത്തിൻ്റെ മുകളിലാണ് അവതരിച്ചത് എങ്കിൽ ആ പർവ്വതം പോകും. അത് അതിൻ്റെ ആശയത്തിൻ്റെ ഘനഗാംഭീര്യം നിമിത്തം പൊട്ടിപ്പിളരുമെന്നാണ്. അതെ, അപ്പം അങ്ങനെ കടുത്ത ഹൃദയരായ പലരുടെയും ഹൃദയത്തെ മാറ്റിമറിച്ചിട്ടുണ്ട് പരിശുദ്ധ ഖുർആൻ. അതെ, ഇപ്പൊ ഈ പറഞ്ഞ ഉമർ മക്കയിലെ പോക്കിരിയായിരുന്നു. അതെ, മക്കയിലെ അത്രയും മോശപ്പെട്ട ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരാൾക്കും പിടിച്ചു നിർത്താൻ കഴിയാത്ത, അടക്കി നിർത്താൻ കഴിയാത്ത ഹൃദയകാഠിന്യമുള്ള ആളായിരുന്നു ഉമർ. ആ ഉമർ റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിലെ 20-ാം അധ്യായം സൂറത്തു ത്വാഹയുടെ വചനങ്ങൾ ഇങ്ങനെ കേട്ടപ്പോൾ അതിങ്ങനെ ആ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ പിടിച്ചു നിർത്തുകയാണ്, മാറ്റം വരികയാണ്, പരിവർത്തനത്തിന് വിധേയമാവുകയാണ്. ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ ഇല്ലാ തദ്കിറത്തൻ ലിമൻ യഖ്ശ. അങ്ങനെ ധാരാളം ചരിത്രങ്ങൾ കാണാം. അപ്പോൾ ഫുളൈൽ ബിൻ ഇയാദ് അദ്ദേഹം അപ്രകാരം തന്നെ പരിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന മാനസാന്തരങ്ങളൊക്കെ ഹദീസുകളിൽ, ചരിത്രങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ റബീഅ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിരിടാൻ വേണ്ടി പോയ സമയത്ത് വളരെ ആവേശത്തോടു കൂടി ചലഞ്ച് ആയിട്ട് എടുത്തിട്ടൊക്കെയാണ് പോകുന്നത്. ഞാൻ ശരിയാക്കി തരാം, നിങ്ങൾക്ക് പേടിയാണെങ്കിൽ ഞാൻ റെഡിയാക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോണത്. പക്ഷെ പോയി മടങ്ങി വരുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് വന്ന ഭാവമാറ്റം പോലും പ്രമാണിമാർ, ഖുറൈശികൾ അവർ തിരിച്ചറിയുകയും ഇത് അദ്ദേഹം മറച്ചു വെക്കുന്നില്ല. എനിക്കത് കേട്ടപ്പോൾ എന്നെ അത് വല്ലാതെ സ്വാധീനിച്ചു, ഞാൻ ഇന്നുവരെ കേൾക്കാത്ത വർത്തമാനങ്ങളാണ് കേട്ടത് എന്ന് അദ്ദേഹത്തെ കൊണ്ടത് പറയിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഖുർആനിൻ്റെ ഇമ്പാക്റ്റാണത്. ഖുർആൻ സ്വാധീനം തൻ്റെ ഹൃദയത്തിൽ മാത്രം ചെലുത്തി എന്നല്ല, അത് മറ്റുള്ളവരിലേക്കും ചെലുത്താൻ വേണ്ടിയും പ്രേരിപ്പിക്കുക കൂടി ചെയ്യുകയാണ്. മനോഹരമായ ഒരു ചരിത്രമാണ് ഇന്നത്തെ അനുഭവം എന്ന സെഷനിലൂടെ നമുക്ക് പകർന്നു കിട്ടിയത്. ബറക്കല്ലാഹു ഫീക്കും.